ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് ഓസ്ട്രേലിയൻ മെയ്ഡ്സ് വിസയുടെ ബാലറ്റിൽ നമ്മൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ പേയ്മെൻറ്റ് നടത്താം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗൂഗിളിൽ പോവാം. ഗൂഗിളിൽ നമുക്ക് മെയ്ഡ്സ് വിസ ഓസ്ട്രേലിയ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. അന്നേരം തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ആദ്യമേ തന്നെ കിട്ടുന്നുണ്ട്. അതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ബാലറ്റിൻ്റെ രജിസ്ട്രേഷനും എല്ലാം അവർ അവിടെ കൊടുക്കുന്നുണ്ട്. ബാലറ്റ് രജിസ്ട്രേഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതുവഴി നമുക്ക് ബാലറ്റ് രജിസ്ട്രേഷനിലേക്ക് പോകാം. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെയാണ് വന്നത്. ആദ്യമേ തന്നെ ഓവറോൾ അവരുടെ മെയ്ഡ്സ് വിസയെക്കുറിച്ചും അത് എൻഡ് ചെയ്യുന്നതും അതിൻ്റെ ഫുൾ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. ഹൗ ടു രജിസ്റ്റർ അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്ന് നമുക്ക് കാണാം. വാലിഡായിട്ടുള്ള ഇന്ത്യൻ പാസ്പോർട്ട് വേണം. മെയിനായിട്ട് ആദ്യമേ നമുക്ക് ഇമി അക്കൗണ്ട് തന്നെ വേണം. എന്നാലേ നമുക്ക് ഈ വിസ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് പോകാം. ഇമി അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. ഇമി അക്കൗണ്ടിൻ്റെ പ്ലാറ്റ്ഫോമിലെത്തി നമ്മൾ ഇമി അക്കൗണ്ടിൽ ലോഗിൻ പാസ്വേഡും യൂസർ നെയിമും പാസ്വേഡും നമുക്ക് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരെയും ലോഗിൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെ കണ്ടിന്യൂ കാണും. അവിടെ കണ്ടിന്യൂ ചെയ്യുക. അന്നേരം ഓക്കെ, നമ്മൾ ആപ്ലിക്കേഷൻ ലിസ്റ്റിൻ്റെ പേജിൽ വന്നിരിക്കുന്ന ഇതാണ് നമ്മുടെ ഇമി അക്കൗണ്ടിൻ്റെ ഡാഷ് ബോർഡ് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ നിന്നാണ് നമ്മൾ ന്യൂ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഏത് ടൈപ്പ് ഓസ്ട്രേലിയൻ വിസയുടെ ആപ്ലിക്കേഷനും ഇതുവഴിയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് മെയ്ഡ്സ് വിസയാണ്. ഇതാണ് മെയ്ഡ്സ് വിസയുടെ രജിസ്ട്രേഷൻ ഫോം. ഓവറോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഇതെല്ലാം എഗ്രി ചെയ്യേണ്ടതാണ്. നമ്മുടെ ഫാമിലി നെയിം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിമൊക്കെ കൊടുക്കുക. മെയില് ഫീമെയിൽ അത് കൊടുക്കുക. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് നമ്പർ, കൺട്രി പാസ്പോർട്ട് ഏതാണ്, എക്സ്പയർ ഓക്കെ, ഇമെയിൽ അഡ്രസ്സ്, എഡ്യൂക്കേഷൻ, എലിജിബിലിറ്റി ഓക്കെ, ഏരിയ ഓഫ് സ്റ്റഡി ഇതെല്ലാം നമ്മൾ ടിക്ക് കൊടുക്കേണ്ടതാണ് ഡിക്ലറേഷനെല്ലാം. ഓക്കെ, നമുക്കിത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കട്ടെ. ഇതെല്ലാം ടിക്ക് ചെയ്യുക. എൻ്റെ പേര് ഞാൻ കൊടുത്തു, ഡേറ്റ് ഓഫ് ബർത്തും പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഒരു കാരണവശാലും തെറ്റാവരുത്. മെയിനായിട്ടുള്ളത് നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇമെയിൽ അഡ്രസ്സും ഇങ്ങനെയുള്ളത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. നമ്മൾ ഡേറ്റ് ഓഫ് ഇഷ്യൂ പാസ്പോർട്ടിൻ്റെ കൊടുക്കണം. സ്പീഡപ്പ് ചെയ്യുക. ഓക്കെ, നാഷണൽ ID നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ പാൻ കാർഡ് നമ്പർ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം അത് തന്നെയാണോ കൊടുക്കേണ്ടതെന്ന്. ഇനി അടുത്ത് നമുക്ക് എഡ്യൂക്കേഷൻ ലെവൽ അവരവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക. അത് കൊടുത്തതിന് ശേഷം ഏരിയ ഓഫ് സ്റ്റഡി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂ. അതിനകത്തുള്ള നമ്മൾ സെലക്ട് ചെയ്യുക. ഡിക്ലറേഷൻ എല്ലാം ടിക്ക് ചെയ്യുക. ഇതെല്ലാം വായിച്ച് നോക്കി ടിക്ക് ചെയ്യുക. ഇത് റീഫണ്ടും കാര്യങ്ങളൊന്നും തിരിച്ച് കിട്ടത്തില്ല. നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് ഉറപ്പൊന്നുമില്ല കിട്ടണമെന്നുള്ളത്. അതൊക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് റിവ്യൂ കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ റിവ്യൂ കൊടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. റിവ്യൂ ചെയ്യുന്നതെന്ന് പറയാൻ നമ്മൾ ജസ്റ്റ് നമ്മുടെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൂടെ നമ്മൾ വെരിഫൈ ചെയ്യാണ്. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. പേയ്മെൻറ്റിന് മുമ്പുള്ള ഏറ്റവും അടിയിൽ പോകുകയാണെങ്കിൽ പേയ്മെൻറ്റ് ആൻഡ് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. നമ്മൾ പേ ആൻഡ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഇത് റെഫറൽ നമ്പറും കാണും, പേര് നമ്മുടെ ഡീറ്റെയിൽസും കാണും. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്നത് ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡാണ് ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ ഡെബിറ്റ് കാർഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, SBIയുടെ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് ഞാനത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒത്തിരി പേയ്മെൻറ്റ് മെത്തേഡുണ്ട്.
കാർഡൊക്കെ ഇടുമ്പം എത്രയും സ്പീഡൊക്കെ വിഷയമൊന്നുമില്ലായിരുന്നു, ടാസ്കൊന്നും ഇല്ലായിരുന്നു. ATM കാർഡ് ഡീറ്റെയിൽസ്, അഡ്രസ്സെന്ന് ഇതിനകത്ത് അഡ്രസ്സ് കാർഡ് ഹോൾഡർ നമ്മുടെ ബ്രദേഴ്സിൻ്റെയോ സെയിം അഡ്രസ്സുള്ള ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തോ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് ആ അഡ്രസ്സിലേക്ക് മാറുന്നതാണ് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ. ഇനി അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ SBIയുടെ 1 ടൈം പാസ്വേഡ് കൊടുക്കാനുള്ള പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ലാസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ഇതിന് നമുക്കിത്ര AUD 25 വരുന്നുണ്ട്. അത് അത്രയും നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടിയുള്ള OTP നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മൾ പോയിട്ടുണ്ട്. OTP അടിക്കുക, മേക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അന്നേരം നമുക്ക് പേയ്മെൻറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റിൻ്റെ ഒരു ബില്ലാണ് ഇവിടെ വരുന്നത്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഡൗൺലോഡ് ചെയ്യാം. അത് ജസ്റ്റ് ഒരു ബില്ല് മാത്രം, ഒരു ഇൻവോയ്സ് മാത്രമേ ഉള്ളൂ, റെസിപ്റ്റ്. അതിൽ നിന്ന് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് നമ്മൾ 100% സബ്മിറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒക്കെ വായിച്ചൊക്കെ ഗോ ടു മൈ അക്കൗണ്ടിൽ നമുക്ക് പോകുകയാണെങ്കിൽ നമുക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തേക്കുന്ന ലിസ്റ്റഡ് ആയിട്ടുണ്ടാവും. നമ്മുടെ ആപ്ലിക്കേഷൻ ലിസ്റ്റിൽ നമ്മുടെ ഒരു പുതുതായിട്ടൊരു ലിസ്റ്റഡ് ആയിട്ടുണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തതിൻ്റെ. നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ലോഗൗട്ട് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് മെയിൽ വരുന്നതായിരിക്കും. മെയിൽ വരുന്നത് ഞാൻ ജസ്റ്റ് എടുത്ത് കാണിക്കാം. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ മെയിൽ. അതിനകത്ത് നമുക്ക് ഏറ്റവും താഴെ ഒരു അറ്റാച്ച്മെൻറ്റ് ഫയലും വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫിൽ ചെയ്തിരിക്കുന്നത്. രജിസ്ട്രേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഫോമും ആ PDF സൂക്ഷിച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ.